അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ മുന്നിലോട്ട് വെച്ചിട്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, നീ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ വലിയ മഹത്വമുള്ളതാണ്. അത് ചൊല്ലിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മന്നാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ അല്ലാഹുവിന്റെ ഒരു നാമത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ സാധിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുവാനും ഒക്കെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട മഹത്തായ നല്ലൊരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നാം അല്ലാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വേണം. ഞാൻ ഈ ഇസ്മ ചൊല്ലി എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു തരുമെന്നൊരു ഉറപ്പ് നമുക്ക് വേണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ വിഷമങ്ങളിലൂടെയും സങ്കടത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെ കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം. എന്നാൽ നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ നാം തളർന്നു പോകുകയല്ല വേണ്ടത്, മറിച്ച് അത് ക്ഷമയോടെ നേരിട്ട് അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദുഃഖങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ദുഃഖം വരുമ്പോൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടിയിട്ടുള്ളത്. ആ ദുഃഖങ്ങൾ മാറിപ്പോകാൻ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനായി മഹാന്മാർ ചില പ്രത്യേക സൂറത്തുകളും സലാത്തുകളും ദുആകളും അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളും ദിക്റുകളും നമുക്കൊരു നിശ്ചിത എണ്ണത്തിൽ ദിവസത്തിൽ ഓതാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ സാധിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുവാനും ഒക്കെയുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നല്ലൊരു ഇസ്മിനെ കുറിച്ചാണ്. നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നത് നാം അല്ലാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വേണം. ഞാൻ ഈ ഇസ്മ ചൊല്ലി റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ റബ്ബ് എൻ്റെ ദുആ സ്വീകരിക്കുന്നതാണ്. അതെന്റെ അല്ലാഹു നടത്തി തരുന്നതാണ്. അത് നടത്തി തരാനുള്ള കഴിവ് എൻ്റെ റബ്ബിനുണ്ട്. എൻ്റെ റബ്ബിനല്ലാതെ മറ്റാർക്കും അത് കഴിയുകയില്ല. തീർച്ചയായും എൻ്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. നീ തന്നാലേ അല്ലാഹുവേ, നീ തന്നാൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ അല്ലാഹ്. അത് തരാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് അല്ലാഹ്. അതുപോലെ തന്നെ ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് തൗഫീഖ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഉത്തമ ബോധം നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ടിട്ടാണ്. അതുകൊണ്ട് എല്ലാ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യുക. അല്ലാഹുവേ, പടച്ചവനേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിൽപ്പെട്ട അഥവാ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നല്ലൊരു ഇസ്മിനെ കുറിച്ചാണ്. ഇത് ചൊല്ലി പലരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇസ്മ നിങ്ങൾ ആത്മാർത്ഥതയോടെ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ റബ്ബ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം നിങ്ങൾ ചൊല്ലി നോക്കൂ. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഇസ്മ, ഈ മഹത്തായ ഇസ്മ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഈ മഹത്തായ ഇസ്മേതാണ് യാ ജാമിഉ യാ അല്ലാഹ്, യാ
യാ ജാമിഉ യാ അല്ലാഹ്, 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 യാ ജാമിഉ യാ അല്ലാഹ്. ഇതിന്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുന്നവൻ, കൂട്ടിച്ചേർക്കുന്നവൻ, യോജിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ ഇസ്മിനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ, ഈ മഹത്താക്കപ്പെട്ട ഇസ്മിനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ 113 തവണ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. എത്ര പ്രാവശ്യം? 113 തവണ ചൊല്ലിയതിനു ശേഷം എന്റെ ഇന്ന ആഗ്രഹം നിറവേറ്റി തരണേ അല്ലാഹ് എന്ന് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ റബ്ബ് അവൻ എന്താണോ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹു ആ കാര്യം നടത്തി തരുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരുടെയെങ്കിലും സ്നേഹം വേണ്ടവർ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഹറാമായ രീതിയിൽ കൂടി സ്നേഹമല്ല, മറിച്ച് മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, ബന്ധുക്കൾ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇഷ്ടമുണ്ടാകാൻ ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല. തിരിച്ച് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്. ഒരുപാട് പേര് നമ്മളോട് പല വിഷയങ്ങൾ പറയുന്നു. ഉസ്താദേ വീട്ടിൽ സമാധാനമില്ല, ചിലർ പറയും സമ്പത്തുണ്ട്. നമ്മളൊക്കെ ധാരാളം പള്ളികളിലൊക്കെ ഒരുപാട് പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരാണ്. അപ്പോൾ ജനങ്ങൾ അവരുടെ വിഷയങ്ങൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. ഉസ്താദേ പൈസയുണ്ട്, സമ്പത്തുണ്ട്, സമാധാനമില്ല, ഭവനത്തിൽ ചെന്ന് കയറാൻ കഴിയുന്നില്ല, വലിയ വലിയ പ്രയാസങ്ങളാണ്, ഇപ്പോഴും പ്രശ്നങ്ങളാണ്, പരസ്പരം ശത്രുക്കളാണ്, ഒരു സമാധാനമില്ല. ഒരു വിഭാഗം അങ്ങനെ പറയുമ്പോൾ മറുവിഭാഗം പറയുന്നു ഉസ്താദേ വിഷമമാണ്, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ്, പലരും ഈ വിഷയത്തിൽ അകന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ പലരും അകന്നു പോകുന്നവരെ പല പല രീതിയിലൂടെ അകന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ അടുപ്പിക്കാനുള്ള, അവരൊക്കെ തമ്മിൽ നല്ല സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മഹത്തായ നാമമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിലെല്ലാം സ്നേഹം വർദ്ധിക്കാനും പരിഗണന ഉണ്ടാകാനും തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ നമ്മൾ എഴുന്നേൽക്കും അല്ലേ? തഹജ്ജുദിന്റെ സമയം ഇശാ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നു. ഏകദേശം 3 മണി 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ആ തഹജ്ജുദിന്റെ സമയത്ത് 5000 പ്രാവശ്യം യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ എന്ന മഹത്തായ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം മതി. ഇനി വിട്ടുപിരിഞ്ഞു നിൽക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും ഇനി യോജിക്കില്ല എന്ന വക്കിലെത്തിയവരൊക്കെ ഉണ്ടല്ലോ, അവർ ചൊല്ലേണ്ടത് യാ ജാമിഉൽ മുഫ്ലിഖീൻ. വിട്ടുപിരിഞ്ഞവരെ പരസ്പരം യോജിപ്പിക്കുന്നവനായ അല്ലാഹ്, വിട്ടുപിരിഞ്ഞവരെ പരസ്പരം യോജിപ്പിക്കുന്നവനായ അല്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ ചൊല്ലി ആരാണോ നമ്മെ സ്നേഹിക്കേണ്ടത് അവരെ മനസ്സിൽ കരുതി ഇസ്മിനെ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ആരെയാണ് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ചൊല്ലിയത് അവരുടെ സ്നേഹം പരിഗണനയും കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തി അവർക്ക് വഴിപ്പെട്ടു കൊടുക്കും. ഇപ്പോൾ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കും, അവർക്ക് വഴിപ്പെട്ട് കിട്ടും. ഇനി ഭർത്താക്കന്മാർക്കാണ് സ്നേഹം വേണ്ടതെങ്കിൽ ഭാര്യ അവർക്ക് വഴിപ്പെടുത്തി കൊടുക്കും. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അമൽ ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. മഹാനായ യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുകയാണ്, ഇസ്മിനെ കുറിച്ച് പറയുകയാണ്, നിത്യമായി ഇസ്മ ചൊല്ലുന്നവർക്ക്
നിത്യമായി ഇസ്മ ചൊല്ലുന്നവർക്ക് എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം മുഴുവൻ കാര്യങ്ങളും ഈ നാമത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുമിച്ച് പൂർത്തിയാക്കി തരുമെന്ന് മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഈ ഇസ്മിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിഷമമുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, പ്രതിസന്ധികളുള്ളവർ, ജീവിതത്തിന്റെ പല മേഖലകളിൽ ബുദ്ധിമുട്ടുന്നവർ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മിനെ ചെല്ലേണ്ട സമയത്ത് ചെല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ റബ്ബേ. ഇതിന്റെ എല്ലാം മിസ്ൽ സവാബ് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. അവിടെ എല്ലാം ഖബറടക്കള നീ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ അല്ലാഹുവേ വിവാഹപ്രായമെത്തി നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, എത്രയോ പേര് രോഗികളാണ് പടച്ചവനെ, അവരുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. എത്രയോ പേര് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുടെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും കടക്കാറാണ് അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ റബ്ബേ, ഞങ്ങളെ നീ കടങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ആരും കടക്കാറായി നീ മരിപ്പിക്കില്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരോട് പടച്ചവനെ നീ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കളെ ഞങ്ങളെ കണ്ണിന്റെ കുളിർമകളാക്കണേ അല്ലാഹ്. അവരെ വിദ്യാഭ്യാസ സമ്പന്നരാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കണേ അല്ലാഹ്. ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും സമൂഹത്തിൽ എല്ലാവർക്കും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാം ഞങ്ങളുടെ മക്കളെ എല്ലാം കാക്കണേ അല്ലാഹ്. സർവ്വ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.